നമസ്കാരം. കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരാൻ പോകുന്ന പരിഷ്കാരമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. മെയ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ രീതിയിലായിരിക്കും നടത്തുക. പുതിയ രീതി എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്തത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കേണ്ടി വരും. അതായത് വണ്ടി കയറ്റത്ത് നിർത്തിയിട്ട് ശകലം പോലും താഴോട്ടിറങ്ങാതെ മുമ്പോട്ട് എടുത്ത് കാണിക്കുക. പിന്നെ റിവേഴ്സ് പാർക്കിംഗ്, ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ് ഇതെല്ലാം പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ചെയ്യേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇനി ലൈസൻസ് കിട്ടത്തുള്ളൂ. സംഭവം എന്തായാലും കൊള്ളാം. പക്ഷേ ഇവിടെ പെടാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ്. കാരണം ടെസ്റ്റ് ഗ്രൗണ്ടിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് അവരാണ്. ഇതിനൊക്കെ മുടക്കാനായി സർക്കാരിൻ്റെ 10 പൈസ ഇല്ലെന്നാണ് ഗതാഗത മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഭൂരിഭാഗം ടെസ്റ്റുകളും നടക്കുന്നത് വല്ല അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ വാടകയ്ക്കെടുത്ത ഗ്രൗണ്ടിലോ ഒക്കെയാണ്. അവിടെയൊക്കെ ഇനി ഡ്രൈവിംഗ് സ്കൂളുകാർ പണം മുടക്കി സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടി വരും. പല ഡ്രൈവിംഗ് സ്കൂളുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കീലുമാണ്. നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം 500 പേർക്കൊക്കെയാണ് പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതെന്നാണ്. അങ്ങനെ ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലൊന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ്. പക്ഷേ അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, നമ്മളിപ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ, ടെസ്റ്റ് പാസ്സായി 4 മാസം കഴിഞ്ഞിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടാത്ത സംസ്ഥാനം എന്ന റെക്കോർഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടാൻ വൈകുന്നതിന് തെറി മുഴുവൻ കേൾക്കുന്നത് പാവം ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. ടെസ്റ്റ് പാസ്സായ പലരുടെയും വിചാരം ഡ്രൈവിംഗ് സ്കൂളുകാരെന്തോ തട്ടിപ്പ് കാണിച്ചുകൊണ്ടാണ് ലൈസൻസ് കയ്യിൽ കിട്ടാത്തതെന്നാണ്. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടാത്തതെന്നുള്ള സത്യം ഇപ്പോഴും പലർക്കും അറിഞ്ഞും കൂടാ. ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റിംഗ് വിഷയം വന്നതിൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഡ്രൈവിംഗ് സ്കൂൾ വ്യവസായത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ പുതിയ പരിഷ്കാരം കൊണ്ട് അനുഭവിക്കാൻ പോണ അത്രയും ഡ്രൈവിംഗ് സ്കൂളുകാരായിരിക്കും. ഈ പുതിയ പരിഷ്കാരങ്ങളുടെ പേരിൽ ചിലപ്പോൾ MVDയുടെ വകയായിട്ട് ഒരു ഫീസ് വർധനയും നമുക്ക് പ്രതീക്ഷിക്കാം. ആ പഴയ ലൈസൻസ് എങ്കിലും അച്ചടിച്ച് കൊടുത്തിട്ട് പോരെ ഇതൊക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.